നമുക്കതിൻ്റെ ഇയേഴ്സ് ചെയ്തെടുക്കാം. ഇയർ ചെയ്യാനായിട്ട് ആദ്യം നമുക്കൊരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ 1 ചെയ്യുക. സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോവർ ചെയ്യുക, ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. ഈ സെൻറ്ററിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 5 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് വേണ്ടത്. 1 2 3 4 5 6 നമുക്ക് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടൈലിൻ്റെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു സർക്കിൾ റിമൂവ് ആയി കിട്ടും. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ ഒരു 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിലെ സെക്കൻഡ് സ്റ്റിച്ച് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. താഴെ നമ്മൾ 6 സ്റ്റിച്ചാണ് ചെയ്തത്. ഇത് നമ്മൾ സെക്കൻഡ് സ്റ്റിച്ച് റൗണ്ടാണ്. ഈ സെയിം സ്പേസിൽ തന്നെ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ ഒരു സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത് വരുന്ന 5 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 ചെയിനിലും 2 വീതം ചെയ്യുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും കേട്ടോ. സെക്കൻഡ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് തന്നെ 2 ചെയ്തു. ഇനി തേർഡ് സ്റ്റിച്ചാണ്. ഈ തേർഡ് സ്റ്റിച്ചിലും നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത ഫോർത്ത് സ്റ്റിച്ചിലും ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിലും ഫിഫ്ത്ത് സ്റ്റിച്ചാണ്. ഫിഫ്ത്ത് സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഈ ഒരു ലാസ്റ്റ് സ്റ്റിച്ചിലും നമുക്ക് ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 ചെയിനിലും 2 സിംഗിൾ ക്രോഷേ വീതം ചെയ്ത് 6 ചെയിനിനെ നമ്മൾ 12 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക 12 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന്. സ്റ്റിച്ച് കിട്ടിക്കണമെങ്കിൽ അടുത്ത റൗണ്ടിലേക്ക് പോവാം. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ 3ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 3ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നമുക്ക് 12 സ്റ്റിച്ചാണ് കിട്ടിയത്. ഇവിടെ നമുക്ക് 12 സ്റ്റിച്ച് തന്നെ കിട്ടണം 3ാമത്തെ റൗണ്ടിലും. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ 1 ചെയ്തു. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്തത്. ഈ വർക്ക് നമ്മൾ ഇങ്ങനെ ചെയ്തത് ഇങ്ങോട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് ഇങ്ങനെ ബാക്ക് സൈഡിൽ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 4ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. അടുത്ത ചെയിനിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 2 ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 2 ചെയ്തു. ഇനി അടുത്തതിൽ 1 ചെയ്യുക. 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ 2 ചെയ്യുക. ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ. അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ. അങ്ങനെ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്യുക. ഈ ഒരു എൻഡ് വരെ ചെയ്ത് കൊടുക്കുക. 4ാമത്തെ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 18 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 5ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക.
അഞ്ചാമത്തെ റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ച് തന്നെ കിട്ടണം. 1, അടുത്തതിൽ 2, അടുത്ത സ്റ്റിച്ചിൽ 3, 4, 5, 6, 7, 8 അങ്ങനെ നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കാം. നമ്മൾ അഞ്ചാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോഴും 18 സ്റ്റിച്ച് തന്നെയാണ് കിട്ടുക. ഇനി ആറാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിലൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 1, 1, 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1 ഒന്ന് ചെയ്തു, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലാണ് നമ്മൾ ഈ റൗണ്ടിൽ ഇൻക്രീസിങ് ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്യുക. വീണ്ടും അടുത്ത 2 സ്റ്റിച്ചിലും 1, ഫസ്റ്റ് സ്റ്റിച്ചിൽ 1 സിംഗിൾ ക്രോഷേ, സെക്കൻഡ് സ്റ്റിച്ചിലും 1 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പാറ്റേൺ 1, 1, 2 എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആറാമത്തെ റൗണ്ടിൽ 1, 1, 2 എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ ഏഴാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഏഴാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റൗണ്ടും കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് തന്നെ കിട്ടണം. 1, 2, 3, അടുത്ത സ്റ്റിച്ചിൽ 4, അടുത്ത സ്റ്റിച്ചിൽ 5, അടുത്ത സ്റ്റിച്ചിൽ 6 എന്ന പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 24 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കാം. നമുക്ക് ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഏഴാമത്തെ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചാണ് കിട്ടുക. ഇനി എട്ടാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ എട്ടാമത്തെ റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, സെക്കൻഡിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഫോർത്ത് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു, സെയിം സ്പേസിൽ ഒന്നും കൂടി ചെയ്യാം. അപ്പോൾ റൗണ്ടിൽ നമ്മൾ 3 സിംഗിൾ ക്രോഷേ, ഫസ്റ്റ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷേ, സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ, തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ, ഫോർത്ത് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് നിന്ന പാറ്റേൺ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ എട്ടാമത്തെ റൗണ്ടിൽ 3 സിംഗിൾ ക്രോഷേ ഒരു ഇൻക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി അടുത്ത റൗണ്ട് 9ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം, അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. 1, സെക്കൻഡ് സ്റ്റിച്ചിൽ 2, അടുത്ത സ്റ്റിച്ചിൽ 3, 4, അങ്ങനെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ട് മുഴുവനും നമുക്ക് 30 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് കൊടുക്കുക. 30 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചസ് എവിടെയെങ്കിലും ഇൻക്രീസ് ആവുകയോ ഡിക്രീസ് ആവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ ഓരോ റൗണ്ടിലും സ്റ്റിച്ചസ് ഇങ്ങനെ കൗണ്ട് ചെയ്ത് കാണിക്കുന്നതും പറയുന്നതും ബിഗിനേഴ്സിന് ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ ഒരു പാറ്റേൺ ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആവില്ല. അപ്പം നമുക്ക് കറക്റ്റ് ക്ലിയറായി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ചെയിനിലും ഓരോ റൗണ്ടും നിങ്ങൾക്ക് സ്റ്റിച്ചസ് പറഞ്ഞു തരുന്നതും ഈ ഒരു റൗണ്ട് കഴിയുമ്പോൾ എത്ര സ്റ്റിച്ച് കിട്ടണമെന്ന് പറയുന്നതും. അപ്പോൾ ആ റൗണ്ടിൽ നിങ്ങൾ ഓരോ റൗണ്ടും നിങ്ങൾ കൗണ്ട് ചെയ്യണം, നോക്കണം, അല്ലെങ്കിൽ ആ കറക്റ്റ് സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ടോ നോക്കണം. കൗണ്ട് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോൾ ചെയിൻ പോലെ കാണുന്നില്ലേ, ഈ ചെയിൻ ഒന്ന് ഇങ്ങനെ കൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര സ്റ്റിച്ചസ് ഉണ്ട് എന്നൊക്കെ മനസ്സിലാവും.
നിങ്ങൾ ശ്രദ്ധിക്കാതെ ചെയ്താൽ നമുക്ക് നമ്മളെ പാറ്റേൺ ഒക്കെ മാറിപ്പോകും കേട്ടോ. ഇതിപ്പോൾ ഒരു സ്റ്റിച്ച് ഇൻക്രീസ് ആവുമല്ലേ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചല്ലേ കുറഞ്ഞിട്ടുള്ളൂ എന്നൊന്നും വിചാരിക്കരുത്. അത് പിന്നെ നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പോൾ താഴെ ഭാഗത്തേക്ക് വലിയ മിസ്റ്റേക്കായി മാറും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ വർക്ക് ഫുള്ള് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ 6 സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ 6 സ്റ്റിച്ച് ഉണ്ടോ എന്ന് നോക്കുക. സെക്കൻഡ് റൗണ്ടിൽ 12 എന്ന് പറയുമ്പോൾ 12 ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഓരോ റൗണ്ടിലും ഉണ്ടോ ആ ഒരു നമ്പർ ഉണ്ടോ നോക്കി നമ്മൾ കൗണ്ട് ചെയ്ത് ചെയ്യണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് നമ്മൾ ആ ഒരു പെർഫെക്ഷനൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ അമിഗ്രുമി ചെയ്യുമ്പോൾ എപ്പോഴും മിസ്റ്റേക്ക് വരാറുള്ളത് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാതെ റൗണ്ട് കൗണ്ട് ചെയ്യാതെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൗണ്ട് 9ാമത്തെ റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ളത് ചെയ്തപ്പോൾ എനിക്ക് 30 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് 30 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി നമ്മൾ 10ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ 10 മുതൽ 24 വരെയുള്ളത്, 24 വരെ എന്ന് പറയുമ്പോൾ നമുക്ക് 14 റൗണ്ട് ഉണ്ടാവും. ഇനി ഈ ഒരു 14 റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മൾ 9ാമത്തെ റൗണ്ട് ചെയ്തതുപോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഒരു റൗണ്ട് കഴിയുമ്പോൾ അത് 30 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കുക. അതൊക്കെ മടി വിചാരിക്കരുത്, അതൊക്കെ നമ്മൾ ഓരോന്ന് ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ കംപ്ലീറ്റ് ആകുമ്പോൾ 30 സ്റ്റിച്ച് കിട്ടും. പിന്നെ 11ാമത്തെ സ്റ്റിച്ചും അതുപോലെ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ 30 സ്റ്റിച്ച് ഉണ്ടോ നോക്കുക. അങ്ങനെ നമ്മൾ ഈ 10 മുതൽ 24 വരെ 14 റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 10 മുതൽ 24 റൗണ്ട് വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് ഓരോ റൗണ്ടിലും നമുക്ക് 30 സ്റ്റിച്ചസ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ 25ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇത് നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ ഒരു റൗണ്ട് നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ സിംഗിൾ ക്രോഷ്യ ചെയ്ത അതിൽ നമ്മളൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഇനി അടുത്ത ചെയിനിൽ അത് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ 2, അടുത്തതിൽ 3, 4, 5, 6, 7, 8 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 9ാമത്തെ ചെയിനിൽ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 10ാമത്തെ ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. 3 ലൂപ്പ് കിട്ടും, യണവ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും 2 ലൂപ്പ് കിട്ടും, യണവ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് ചെയ്തു. ഇനി അടുത്ത 8 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 10ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക, യണവ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക, യണവ ചെയ്യുക, 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഡിക്രീസിങ് ചെയ്യാനുണ്ടാവും. 8 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്യുക, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. റൗണ്ടിൽ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ 3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഈ ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 27 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 26ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ ഒരു റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ചസ് തന്നെ കിട്ടണം. ഇപ്പം നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് അതിലൊന്ന് ചെയ്തു. അടുത്തതിൽ 2, 3, 4,
അങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ നമുക്ക് 27 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ 26ാമത്തെ റൗണ്ടിൽ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് എനിക്ക് 27 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് 27ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 7 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിംഗ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ 2 3 4 5 6 7 7 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 9ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് 7 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ഒരു ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ ഈ ചുറ്റിലും 2 പ്രാവശ്യം കൂടി ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ 7 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്ത് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമ്മൾ അടുത്ത റൗണ്ട് 28ാമത്തെ സ്റ്റിച്ചസ് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്കതിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടണം. അപ്പോൾ നമ്മൾ 1 2 3 4 5 അങ്ങനെ ഓരോ റൗണ്ടും ഓരോ സ്റ്റിച്ചസും കൗണ്ട് ചെയ്ത് പോവുക. ഇവിടെ എത്തുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ റൗണ്ട് മുഴുവൻ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്ത് നമ്മൾ 28ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമ്മൾ 29ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ 29ാമത്തെ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പം 1 2 ചെയ്തു. അടുത്തതിൽ 3 3 4 5 6 നമ്മൾ 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തു. 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 8ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്യുക. ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ 2 പ്രാവശ്യം ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ റൗണ്ടിൽ നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ 3 പ്രാവശ്യം ചെയ്ത് ഈ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 21 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ 30ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഈ റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 21 സ്റ്റിച്ചസ് കിട്ടണം കേട്ടോ. അപ്പോൾ 1 2 3 4 അങ്ങനെ ചുറ്റിലും ചെയ്തിട്ട് തിരിച്ചു വരാം. റൗണ്ട് മുഴുവനും 30ാമത്തെ റൗണ്ട് മുഴുവനും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 21 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 31ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഈ റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് വണ്ണിൽ ഒരു സിംഗിൾ ക്രോഷ്യ, തേർഡ് വണ്ണിൽ 3 4 5 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 6ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും 7ാമത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. വീണ്ടും 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. 30ാമത്തെ റൗണ്ടിൽ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചസ് ആണ് കിട്ടുക.
സ്റ്റിച്ച് മാർക്ക് റിമൂവ് ചെയ്യാം. 32ാമത്തെ സ്റ്റിച്ച് റൗണ്ട് ചെയ്യാനായിട്ട് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി 32 മുതൽ 46 വരെ 15 റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ റൗണ്ടിലും നമുക്ക് 18 സ്റ്റിച്ചസ് കിട്ടണം. അപ്പോൾ ഓരോ റൗണ്ടും 1 2 3 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുക. 3 4 5 6 അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 18 സ്റ്റിച്ച് കിട്ടണം. അങ്ങനെ 15 റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 32 മുതൽ 45 റൗണ്ട് വരെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇയർ. നല്ല വലിപ്പത്തിലുള്ള ഇയേഴ്സ് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അത് റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യാണോൾ ചെയ്യുക. പിന്നെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാണ് കുറച്ച് അധികം എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ യാണൊന്ന് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കണം. സെയിമിൽ ഒന്നും കൂടി ഉണ്ടാക്കിയെടുക്കണം. നമുക്കതിൻ്റെ ലെഗ് ചെയ്തെടുക്കാം. കാല് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ഒരു മാജിക് സർക്കിൾ ചെയ്യാം. ഈ ഒരു മാജിക് സർക്കിളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ടൈലൻഡ് നമുക്ക് വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു സർക്കിൾ റിമൂവ് ആയി കിട്ടും. ഇനി നമ്മൾ സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് പോലെ കാണുന്ന ചെയിൻ സ്റ്റിച്ച് പോലെ കാണുന്ന ആ ഒരു ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. യാണോ ചെയ്യുക. ഹുക്കിൻ്റെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക. 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അത് നമ്മൾ സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ എല്ലാ ചെയിനിലും 2 വീതമാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ചെയിനിൽ 1 ചെയ്തു. സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കൂടി ചെയ്ത് കൊടുക്കാം. അപ്പം ഈ ഒരു 6 സ്റ്റിച്ചിനെ 12 സ്റ്റിച്ച് ആക്കിയിട്ട് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുകയാണ്. സെക്കൻഡ് സ്റ്റിച്ചിലും നമുക്ക് 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. 1 സെയിം തന്നെ ഒന്നും കൂടി ചെയ്യാം. തേർഡ് വണ്ണിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 ചെയ്തു. സെയിം തന്നെ ഒന്നും കൂടി ചെയ്തു. ഫോർത്ത് വണ്ണിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് വണ്ണിലും 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സിക്സ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ചെയിനാണ്. അതിലും നമുക്കൊരു 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. നമ്മൾ മൂന്നാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സെക്കൻഡ് റൗണ്ടിൽ 12 സ്റ്റിച്ചാണ്. ആ സ്റ്റിച്ചിനെ നമ്മൾ 18 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ 1 ചെയ്തു. അടുത്ത ചെയിനിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 1 2 എന്നുള്ള പാറ്റേൺ ആണ്. സെക്കൻഡ് വണ്ണിൽ 2 ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ഫോർത്ത് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. സിക്സ്ത് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ 1 2 1 2 എന്നുള്ള പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബിഗിനേഴ്സിനോട് പ്രത്യേകം പറയാനുള്ളത് ഓരോ റൗണ്ടും കൗണ്ട് ചെയ്ത് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ 2 ഒരുപോലെ ആവണമെങ്കിൽ നമുക്ക് നമ്പേഴ്സൊക്കെ കറക്റ്റിൽ ആയാലേ നമുക്ക് 2 കാലുകളും ഒരേപോലെ ആവുകയുള്ളൂ. ഇനിയിപ്പോൾ ഇയേഴ്സ് ചെയ്യുകയാണെങ്കിലും അത് 2 ഒരുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോഴേ നമുക്ക് ഒരേപോലെ കിട്ടുള്ളൂ.
അപ്പോൾ ഈ റൗണ്ടിൽ നമുക്ക് 1 2 1 2 എന്ന് ചെയ്തിട്ട് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചസ് ആണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചെയിൻ പോലെ കാണുന്ന ആ ഭാഗം ഒന്ന് കൗണ്ട് ചെയ്തിട്ട് 18 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഇനി അടുത്ത 4ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്ത് അതിൽ ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ 4ാമത്തെ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് എനിക്ക് 18 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 5ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ വീണ്ടും സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ തന്നെയാണ് നമ്മൾ 4th റൗണ്ട് ചെയ്ത പോലെ തന്നെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ എത്തുമ്പോൾ 18 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഫുൾ ചെയ്തിട്ട് തിരിച്ചു വരാം. 5ാമത്തെ റൗണ്ടിലും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്ത് 18 സ്റ്റിച്ചസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ 6ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ റൗണ്ടിൽ നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ ഡിക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. അടുത്തതിൽ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും തേർഡ് സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തിട്ട് ഡിക്രീസിങ് ചെയ്യാം. വീണ്ടും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഒരു ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ റൗണ്ട് മുഴുവനും ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ റൗണ്ട് മുഴുവനും ഒരു സിംഗിൾ ക്രോഷേ ഒരു ഡിക്രീസിങ് എന്നുള്ള പാറ്റേൺ ചെയ്ത് നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത റൗണ്ടിൽ ചെയ്യാനായിട്ട് നമ്മൾ 7ാമത്തെ റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് കിട്ടുക. ഇനി ഇവിടുന്ന് നമ്മൾ 8 മുതൽ 18 വരെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അത് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമുക്ക് അതിൽ ആ റൗണ്ടിലും നമ്മൾ 8ാമത്തെ റൗണ്ടിലും നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. ഈ 8ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് കിട്ടും. വീണ്ടും നമ്മൾ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. അങ്ങനെ നമ്മൾ 8 മുതൽ 18 വരെ 8 9 10 11 12 13 14 അങ്ങനെ 18 സ്റ്റിച്ച് റൗണ്ട് വരെ നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ ചെയ്യുക. എല്ലാ റൗണ്ടിലും നമുക്ക് 12 സ്റ്റിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 18 റൗണ്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന്
ടോട്ടൽ 18 റൗണ്ടാണ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ എണ്ണി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഫസ്റ്റ് റൗണ്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 18 റൗണ്ട് നമ്മൾ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ നമ്മൾ ഇവിടുന്ന് 8 തൊട്ടിട്ട് 7 തൊട്ടിട്ട് നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ രണ്ട് ഭാഗവും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫൈബർ ഫിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടേക്ക് നല്ലോണം അധികം ആക്കാം. ഈ ഭാഗത്ത് അത്ര വേണ്ട കേട്ടോ. ഈ ഭാഗത്തേക്ക് ഞാൻ അങ്ങനെ ഫൈബർ ഫിൽസ് ആഡ് ചെയ്യുന്നില്ല. അതിന് ശേഷം നമുക്ക് ഈ രണ്ട് ഭാഗം നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. നമുക്ക് ലെങ്ത്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഈ ഒരു ഹുക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഈ ഒരു ഭാഗത്തേക്ക് രണ്ട് ഭാഗത്തും നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിക്കണമെന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ അടുത്ത സ്റ്റിച്ചിലും 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യാൻ 2 ലൂപ്പിനൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ നമുക്ക് ക്ലോസ് ആയി വരും. പിന്നെ 3 4 5 5 പ്രാവശ്യം സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലെഗ് നമുക്ക് ക്ലോസ് ആയി കിട്ടും. അതിന് ശേഷം കുറച്ച് ടൈലൻ്റ് അധികം എടുത്തിട്ട് നമുക്ക് യാൺ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ ടൈലൻ്റ് അധികം എടുക്കേണ്ട, നമുക്ക് യാൺ വേറെ എടുക്കുക. കുറച്ച് എടുത്താൽ മതി ടൈലൻ്റ്. യാൺ കട്ട് ചെയ്തതിന് ശേഷം അങ്ങനെ യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. ഈ ഒരു യാൺ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി അധികം യാണുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഭാഗത്തേക്ക് നമുക്ക് ഹൈഡാക്കി കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഒരു ലെഗും കൂടി ചെയ്തെടുക്കാം. ഞാനിവിടെ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ സെയിം തന്നെ നമ്മൾ 2 എണ്ണം ചെയ്തെടുക്കാം.